പ്രൊഡ്യൂസ്ഡ് എന്ന് പറയുമ്പോൾ എന്താണ്? പുതിയതായിട്ട് ഒരെണ്ണം ഉണ്ടാക്കുക. പുതിയതായിട്ട് ഉണ്ടാക്കുന്നത് മാത്രമാണോ പ്രൊഡ്യൂസ്ഡ്? വേറെ ക്രിയേറ്റ് ചെയ്യുക അല്ലെ? ക്രിയേറ്റ് പറയാമല്ലോ, എഴുതിക്കോ. പ്രൊഡ്യൂസ്ഡ്, ക്രിയേറ്റ്. പിന്നെന്താണ്? വെരി ഗുഡ്. മാനുഫാക്ചർ, MANUFACTURE, മാനുഫാക്ചർ. പിന്നെ മെയ്ഡ് പറയാം. മെയ്ഡ് എഴുതിക്കോളൂ. മെയ്ഡ്, മേക്കും, രണ്ടും ഫാസ്റ്റ് ആണല്ലോ. പ്രസന്റും. ഡെവലപ്ഡ് പറയാം. അടുത്ത വേർഡ് എവിഡൻസ്. എഴുതിക്കോ മോനെ, എവിഡൻസ്. വെരി ഗുഡ്. എവിഡൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? തെളിവ് അല്ലേ? എന്ത് പറയാം? പ്രൂഫ് പറയാം. എസ്റ്റിമേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? മാക്സിമം അല്ലാതെ എന്തായിരിക്കും? എസ്റ്റിമേറ്റ്. നമ്മൾ ഒരു വീട് വയ്ക്കുകയാണ്, അപ്പോൾ നമ്മൾ എസ്റ്റിമേഷൻ എടുക്കുമെന്ന് പറയും. എന്ന് വെച്ചാൽ എന്താണ്? എത്രയാണ് അതിൻ്റെ കണക്കാണ്. ഇത്രയാകാം അല്ലേ, ഇത്രയും വരാം എന്നൊക്കെ ഉള്ളൊരു കണക്കാണ് അല്ലേ. അതല്ലാതെ എവിഡൻസ്. ആർക്കിയോളജിക്കൽ എക്സ്കവേഷൻസ് എന്ന് പറയുന്നുണ്ട് അല്ലെ, ആർക്കിയോളജിക്കൽ ഫൈൻഡിങ്സ് എന്ന് പറയുന്നുണ്ട്. ഫൈൻഡിങ്സ്, എല്ലാ ഫൈൻഡിങ്സും എവിഡൻസ് ആവണമെന്നില്ല. ആർക്കിയോളജിക്കൽ ഫൈൻഡിങ്സ് എന്ന് പറയുന്നത് എന്താണ്? എവിഡൻസ് ആയിക്കൂടെ? എക്സാമ്പിൾ ആയിക്കൂടെ? ആർക്കിയോളജിക്കൽ ഫൈൻഡിങ്സ്. ഫൈൻഡിങ്സ് എന്ന് പറയുന്നത് എന്താണ്? ഇൻവെൻഷൻ. ഫൈൻഡിങ്സ് എന്ന് വെച്ചാൽ കണ്ടുപിടുത്തം. എഴുതിക്കോ. ഇൻവെൻഷൻ്റെ കൂടെ എഴുതുക. നമ്മുടെ ഇൻവെൻഷൻ അല്ലേ നമ്മൾ നേരത്തെ എഴുതിയ? ഇൻവെന്റഡ്. അതിൽ ഫൈൻഡിങ്സ് പറയാം. അടുത്ത വേർഡ് എന്താണ്? ഡിക്ലൈൻ. വെരി ഗുഡ്. എഴുതിയോ. ഡിക്ലൈൻ, DECLINE, ഡിക്ലൈൻ. ഡിക്ലൈൻ എന്ന് പറഞ്ഞാൽ എന്താണ്? റിജക്റ്റ് ഒരു എക്സ്ട്രീം എൻഡിൽ വേണമെങ്കിൽ പറയാം. പറയാം. വെരി ഗുഡ്. ഡിക്ലൈൻ എന്ന് പറഞ്ഞാൽ റിജക്ട് ചെയ്തെന്നുള്ള അർത്ഥമുണ്ട്. ഡെഫിനറ്റ്ലി. വെരി ഗുഡ് ബോയ്. അത് ഞാൻ ഓർത്തില്ല. ഡിക്ലൈൻ എന്ന് പറഞ്ഞാൽ കുറയുകയാണ്. അതുകൊണ്ട് നമ്മൾ റിജക്ട് ചെയ്യുക. ഒരു പ്രപ്പോസൽ ഡിക്ലൈൻ ചെയ്തു എന്ന് വെച്ചാൽ എന്താണ്? റിജക്റ്റ് പറയാം. വെരി ഗുഡ്. പിന്നെ ഡിക്ലൈൻ എന്ന് പറയുമ്പോൾ എന്താണ്? ഡിക്രീസ് പറയാം. കുറയുവാണ് അല്ലേ, ഡിക്രീസ് പറയാം. ഡൗൺവേർഡ്സ് പറയാം. ഫോളും പറയാം. ഡിക്ലൈൻ, ഫോൾ. ഡൗൺഫോൾ പറയാം. ഹെൽഡ് ബാക്ക് എന്ന് പറയുന്നത് ഡിക്ലൈൻ. ഹെൽഡ് ബാക്ക് എന്ന് വെച്ചാൽ എന്താണ് അർത്ഥം വരുന്നത്? നമ്മളൊരു കാര്യം ചെയ്യാൻ പോവുകയാണ്, അതിന് നമ്മൾ ഹെൽഡ് ബാക്ക് ചെയ്തു. റീസ്ട്രെയിൻ എന്ന് പറയുന്ന അർത്ഥം. വെരി ഗുഡ്. ആ വേർഡ് എഴുതിക്കുക. ഹെൽഡ് ബാക്ക്. അത് വേറൊരു വേർഡാണ്. ഹെൽഡ് ബാക്ക്. റീസ്ട്രെയിൻ, അതൊക്കെ സിനോണിമാണ് ഹെൽഡ് ബാക്കിന്റെ. റീസ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ഒരു കാര്യം ചെയ്യാൻ പോവാണ്, പക്ഷെ നമ്മൾ ചെയ്യുന്നില്ല. നമ്മൾ അതിന് പകരം നമ്മളിങ്ങനെ പിന്നിലേക്ക് വലിക്കുക. ഹെൽഡ് ബാക്ക് പിന്നിലേക്ക് വലിക്കുക. റീസ്ട്രെയിൻ. അടുത്ത വേർഡ് വാല്യൂബിൾ. കിട്ടിയോ? വാല്യൂബിൾ എഴുതിയോ? വാല്യൂബിൾ എഴുതിയോ? വാല്യൂബിൾ എന്താണ്? വെരി ഗുഡ്. പ്രൈസ്ഡ്, PRIZED, പ്രൈസ്. പ്രഷ്യസ്, PRECIOUS, പ്രഷ്യസ്. വെരി ഗുഡ്. പ്രഷ്യസ്. പിന്നെ പ്രഷ്യസ് ആണ് നമ്മുടെ ഇതിലുള്ളത്, പാസേജിലുള്ളത് അല്ലേ. വാല്യൂബിൾ, പ്രൈസ്ഡ് വരാം, പ്രഷ്യസ് വരാം. പിന്നെ വേർത്തി, WORTHY, വേർത്തി എന്ന് വെച്ചാൽ എന്താണ്? ഭയങ്കര വേർത്തുള്ളത്, വിലപിടി. സെക്ഷൻസ് എന്ന് വെച്ചാൽ എന്താണ്? ഡിവിഷൻ. പോർഷൻസ് പറയാം. പിന്നെ പാർട്സ്, പീസസും പറയാം. അടുത്ത വേർഡ് ട്രാൻസ്പോർട്ടിന് എന്ന് പറയും? ഷിഫ്റ്റഡ് പറയാം. ഷിപ്ഡ് പറയാം അല്ലേ. ക്യാരിഡ് പറയാം. ഏതാ? കോൺക്വേർഡ് ട്രാൻസ്പോർട്ട്. കോൺക്വർ എന്ന് വെച്ചാൽ എന്താണ്? കോൺകേർഡ്, പിടിച്ചെടുക്കുക. അതിനെന്ത് പറയാൻ പറ്റും? കോൺക്വേർഡിന് സിനോണിം ക്യാപ്ചർ. അടുത്ത് ഡിസ്റ്റിങ്വിഷ്. ഡിസ്റ്റിങ്വിഷ്, DISTINGUISH. ഡിസ്റ്റിങ്വിഷ് എന്ന് വെച്ചാൽ എന്താണ്? ഡിഫറൻസ്, ഡിഫറൻഷിയേറ്റ്. രണ്ടും ശരി. ഡിഫറൻസ് ആൻഡ് ഡിഫറൻഷിയേറ്റ്. അടുത്ത എയിം എന്ന് പറയുമ്പോൾ എന്ന് പറയും? ഗോൾ. ഫോക്കസ് ചെയ്താലേ നമുക്ക് എയിം കിട്ടുള്ളൂ. ടാർഗറ്റ് പറയാം.
ബിഹേവ് ബിഹേവ് മര്യാദ പെരുമാറ്റം ബിഹേവ് അതിന് നമ്മൾ എന്താ പറയും ഹാബിറ്റ്സ് പിന്നെ ക്യാരക്ടർ ഇതൊക്കെ ക്യാരക്ടറൊക്കെ ബിഹേവ് അല്ലെങ്കിൽ ബിഹേവ് ചെയ്യുന്നതിൻ്റെ ഫാക്ടേഴ്സാണ് നമ്മുടെ ഹാബിറ്റ്സ് കാരണമാണ് നമ്മൾ ഒരു തരം രീതിയിൽ ബിഹേവ് ചെയ്യുന്നത് അല്ലേ വേറെന്ത് പറയാൻ പറ്റും ബിഹേവ് ആക്ട് ആക്ട് റെസ്പോണ്ട് പറയാം അഫക്റ്റ് AFFECT അഫക്റ്റ് അഫക്റ്റ് എന്ന് പറയാം അഫക്റ്റ് അടുത്ത വേർഡാണ് അഫക്റ്റ് എന്ന് പറയാം അഫക്റ്റ് എന്ന് പറഞ്ഞാൽ ബാധിക്കുക എന്താ പറയുക കോസ്റ്റ് പറയാം കോസ്റ്റ് CAUSED കോസ്റ്റ് പിന്നെന്ത് പറയാം ഇമ്പാക്റ്റ്